ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റൈസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഒരു റെയിൽവേ അല്ലെങ്കിൽ SSC ബേസ്ഡ് എക്സാംസിന് ബേസ് ചെയ്തിട്ടൊരു GK സെഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പം വരുന്ന SSC GD ആയാലും അതുള്ള പരീക്ഷയ്ക്ക് വളരെ യൂസ്ഫുൾ ആവുക എന്നുള്ളൊരു എയിമും കൂടെ വെച്ചിട്ടാണ് നമ്മൾ സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് സെഷൻ കവർ ചെയ്തായിരുന്നു. അത് സ്ട്രാറ്റജിക് സെഷൻ്റെ ഡാൻസ് ഫോംസ് ആയിരുന്നു. അപ്പോൾ ഡാൻസ് ഫോംസിൽ ക്ലാസിക്കൽ ഡാൻസും ഫോക്ക് ഡാൻസസും കവറപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെഷൻ കാണാത്തൊരു മസ്റ്റായിട്ടും അത് പോയി കാണാം. എൻ്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള കണ്ടൻറ്റ് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി നോക്കാമ്പോൾ നമ്മുടെ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് സ്കീംസ് ആണ്. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ റെയിൽവേ അല്ല SSC അല്ല ബാങ്ക് എക്സാംസിന് കൂടി ഇപ്പോൾ GK ബേസ്ഡ് വരുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് സ്കീംസിൽ നിന്നായിരിക്കും കൂടുതൽ. കാരണം കറണ്ട് അഫയേഴ്സിൽ നിന്ന് കൂടുതലും ചോദിക്കുന്ന പോർഷൻസ് ഗവൺമെൻറ് സ്കീംസാണ്. എസ്പെഷ്യലി ബാങ്ക് എക്സാംസിന് നാഷണൽ അഫയേഴ്സും അതുപോലെ ഇൻ്റർനാഷണൽ അഫയേഴ്സൊക്കെ കൂടുതലും ഗവൺമെൻറ് സ്കീംസിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഗവൺമെൻറ് സ്കീംസ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് റാൻഡമായിട്ടൊരു ഗവൺമെൻറ് സ്കീം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വർഷം അല്ലാതെ നമ്മളൊരു 3-4 സെഷനിലായിരിക്കും ഇത് കവറപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബൾക്കായിട്ട് പഠിക്കുന്നില്ല, നമ്മൾ കുറച്ചായിട്ടായിരിക്കും പഠിച്ചു പോകുന്നത്. കാരണം സ്കീംസിൻ്റെ ഇൻഷുറൻസ് കവറേജിൻ്റെ ഇയർ എത്ര അല്ലെങ്കിൽ പീരീഡ് എത്ര, അതിൻ്റെ എമൗണ്ട് എത്ര, പ്രീമിയം എത്ര എന്നൊക്കെയുള്ള കണക്കുകൾ നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 3-4 സെഷൻസ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെഷൻ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോക്കിയാൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് അടൽ പെൻഷൻ യോജനയാണ്. അത് 2015 മെയ് 9 നമ്മുടെ പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്തു ഇൻ കൊൽക്കത്ത. അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു. ഇപ്പോഴും അദ്ദേഹം തന്നെ. അപ്പം ഫോർ എവറി കോൺട്രിബ്യൂഷൻ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രയൊക്കെ പൈസ ഇട്ടാലും, അതായത് ഈ സ്കീമിൽ ഇപ്പം നമ്മളൊരു പൈസ അടയ്ക്കുകയാണെങ്കിൽ അതായത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ്റെ 50% കോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. അല്ലെങ്കിൽ വർഷാവസാനം 1000 രൂപ അല്ലെങ്കിൽ 1000 രൂപ പെർ ആനം എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് ഫോർ എ പീരീഡ് ഓഫ് 5 ഇയേഴ്സിൽ അടയ്ക്കുന്നതായിരിക്കും. ഇതിലേതാണോ ചെറുത് അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതിൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കാണും. അതാണ് ആ സെൻറ്റൻസിൽ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, ഫോർ എവറി കോൺട്രിബ്യൂഷൻ മെയ്ഡ് to the pension fund, central government would also co-contribute 50% of the total contribution or ₹1,000 per annum, whichever is lower. അതായത് ഇതിൽ ഏതായിരിക്കും കുറവ് അതായിരിക്കും ഗവൺമെൻറ് ഓപ്റ്റ് ചെയ്യുന്നത് ഫോർ എ പീരീഡ് ഓഫ് 5 ഇയേഴ്സ്. അപ്പം എൻ്റെ കാലയളവ് 5 വർഷമാണ്. അപ്പം ഗവൺമെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി ഒന്നെങ്കിൽ 1000 പെർ ആനം എന്നുള്ള രീതിയായിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ്റെ 50%. ഈ പെർസെൻറ്റേജ് റേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കിക്കണം. ആൻഡ് ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ഇൻ കൊൽക്കത്ത ബൈ അവർ പ്രൈം മിനിസ്റ്റർ ഇൻ May 9, 2015. ഇനി ഈ സ്കീമിൽ ജോയിൻ ചെയ്യാൻ വേണ്ട മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. ആൻഡ് മാക്സിമം ഇയേഴ്സോ 40 ഇയേഴ്സ്. അതായത് 18-നും 40-നും ഇടയ്ക്കുള്ള ഏതൊരു ഇന്ത്യൻ സിറ്റിസണും ഈ സ്കീമിൽ ചേരാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി നോക്കി, അതായത് ഈ സ്കീമിൽ ചേരുന്ന സബ്സ്ക്രൈബേഴ്സിന് ആർ റിക്വയർഡ് ടു ഓപ്റ്റ് ഫോർ എ മന്ത്ലി പെൻഷൻ ഫ്രം ₹3000 to 5000 ആൻഡ് എൻഷുർ മന്ത്ലി പേയ്മെൻറ്റ് റെഗുലർലി. അതായത് ഈ സ്കീമിൽ ചേരുന്ന ആൾക്കാർ മാസാവസാനം 3000 to 5000 വരെയുള്ള ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ഓപ്റ്റ് ചെയ്തിട്ട് അത് മാസാമാസം അടച്ചുകൊണ്ടിരിക്കണം. സബ്സ്ക്രൈബേഴ്സ്, അതായത് ഈ പെൻഷനിൽ ബെനിഫിഷ്യറി ആയിട്ടുള്ള ആൾക്കാർ 3000 മുതൽ 5000 രൂപ വരെയുള്ള ഏതെങ്കിലും ഒരു തുക മന്ത്ലി ബേസിസിൽ അടച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ടുണ്ട്. And they can opt to decrease or increase pension amount during the course of accumulation phase and as per the available monthly pension amounts. അതായത് ഇവർക്ക് ഇനിയും ഇതിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഈ 3000 to റേഞ്ച് ഉണ്ടല്ലോ, 1000 to എത്ര 1000 to 5000 ആണ്, 3000 to 5000 അല്ല. 1000 to 5000 ഇവർക്ക് ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഇവരുടെ എമൗണ്ട് ചിലപ്പോൾ കൂട്ടാം കുറയ്ക്കാം. അത് സബ്സ്ക്രൈബറിൻ്റെ ഇഷ്ടമനുസരിച്ച് അവർക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇൻ കേസ് ഓഫ് ഡെത്ത് his or her spouse is entitled for this amount. അതായത് ഇപ്പം ഈ ബെനിഫിഷ്യറി ആയിട്ടുള്ള വ്യക്തി ആരായാലും അയാളുടെ സ്പൗസിനായിരിക്കും ഇൻ കേസ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ പൈസ പോകുന്നത്, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഫുള്ളും പോകുന്നത് ആ വ്യക്തിയുടെ സ്പൗസിനായിരിക്കും. ആൻഡ് ഇതെങ്ങനെ നമുക്ക് ഈ ഒരു സ്കീമിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും? ക്യാൻ ബി അവൈൽഡ് ത്രൂ ഓൾ ബാങ്ക് അക്കൗണ്ട്സ് അണ്ടർ ദ പ്രധാനമന്ത്രി ജൻ ധൻ യോജന. അപ്പോൾ നമ്മൾ ജൻധൻ യോജന നെക്സ്റ്റ് സെഷനിൽ നോക്കുമായിരിക്കും. കാരണം ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന മിക്ക സ്കീമും ഏത് രീതിയിൽ അവെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്ന സ്കീം വഴി അവൈൽഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട്സ് വഴി നമുക്ക് ഈ പറയുന്ന ഇനി അങ്ങോട്ട് പോകുന്ന കുറച്ച് സ്കീംസിൻ്റെ ഹൈലൈറ്റും അത് തന്നെ ആയിരിക്കും. ആ രീതിയിൽ നമുക്ക് ഈ സ്കീംസിൽ അവെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് മസ്റ്റാണ്, അത് സേവിങ്സും ഫിക്സ്ഡ് ഏതാണെന്ന് വെച്ചാവാം. അപ്പോൾ പ്രധാനമന്ത്രി ധൻജൻ യോജന അക്കൗണ്ട് വഴി നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുകയുള്ളൂ. ഇനി നോക്കി അടുത്ത സ്കീം പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന അല്ലെങ്കിൽ PMSBY. അപ്പം ഇതൊരു ഗവൺമെൻറ് ബാക്ക്ഡ് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ആണ്. പലതരം ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ്, ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. അപ്പോൾ നിങ്ങളുടെ
ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ പല ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ സ്കീമും റിലേറ്റഡ് ടു വിച്ച് ഇൻഷുറൻസ് ആണെന്നുള്ളത് നിങ്ങൾ എടുത്ത് പഠിച്ചോണം. അപ്പോൾ ഇതൊരു ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ആണ്, ബാക്ക്ഡ് ബൈ ഗവൺമെൻറ്. അപ്പോൾ ഈ സ്കീമിൻ്റെ പ്രത്യേകത, ഇത് ലോഞ്ച് ചെയ്തതും മെയ് 9 തന്നെ, സെയിം ഡേറ്റ് ആണ്. അതായത് അടൽ പെൻഷൻ യോജനയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും ലോഞ്ച് ചെയ്ത സെയിം ഡേറ്റ് ആണ്, മെയ് 9, 2015. അതും കൊൽക്കട്ടയിലാണ്. ലോഞ്ച്ഡ് ബൈ അവർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇൻ മെയ് 9, 2015 ഇൻ കൊൽക്കട്ട. ഇതൊരു ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീമാണ്. ആൻഡ് ഇതിൻ്റെ മിനിമം ഏജ് എത്രയാണ്? 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെ പറ്റുമേ. അതായത് 18 to 17 ഇയേഴ്സ് ഏജിന് ഗ്യാപ്പിനിടെയുള്ള ആർക്കും ഈ സ്കീമിൽ ജോയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസന് ജോയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഹാസ് ആൻ ആനുവൽ പ്രീമിയം ഓഫ് 12 എക്സ്ക്ലൂഡിംഗ് സർവീസ് ടാക്സസ് വിച്ച് ഈസ് അബൌട്ട് 14% ഓഫ് പ്രീമിയം. അതായത് വർഷാവസാനത്തിൽ നമ്മുടെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 12 ആയിരിക്കും. അതും ടാക്സ് സർവീസ് ടാക്സ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടായിരിക്കും. അതായത് സർവീസ് ടാക്സ് ഏകദേശം ഈ പ്രീമിയത്തിൻ്റെ 14% സർവീസ് ടാക്സ് ആയിരിക്കും. ഇപ്പം വർഷാവസാനം 12 അടച്ച് നമുക്ക് ഈ സ്കീമിൽ കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. And in case of any accidental death or full disability, the payment to the nominee will be rupees 2 ലക്ഷം. ആൻഡ് ഇൻ കേസ് ഓഫ് പാർഷ്യൽ ഡിസബിലിറ്റി അത് 1 ലക്ഷം ആയിരിക്കും. അതായത് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് അല്ലേ, അപ്പം ഏകദേശം ഫുൾ ഡിസബിലിറ്റി ആണെങ്കിൽ, അതായത് ആക്സിഡൻറ്റൽ ഡെത്ത് വരികയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള 2 ലക്ഷം നമ്മുടെ സ്പൗസിന് അല്ലെങ്കിൽ നമ്മുടെ നോമിനിക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ പാർഷ്യൽ ഡിസബിലിറ്റി ആണ്, അതായത് പാർഷ്യൽ പെർമനൻറ്റ് ഡിസബിലിറ്റി ആവണേ, ചെറിയ തട്ടലോ പൊട്ടലോ അല്ല, നമുക്ക് നമ്മൾ എലൈവ് ആണ്, പക്ഷെ നമ്മുടെ ഉണ്ടായ ഡിസബിലിറ്റിയുടെ മാർക്ക് അവിടെ കാണും. അങ്ങനെയുള്ള പാർഷ്യൽ പെർമനൻറ്റ് ഡിസബിലിറ്റി എന്നും കൂടെ ഉണ്ട്. പാർഷ്യൽ പെർമനൻറ്റ് ഡിസബിലിറ്റി ആണ് നമുക്ക് സ്കീം വഴി 1 ലക്ഷം രൂപ കിട്ടുന്നതായിരിക്കും. ഏത് സ്കീമാണ്? പ്രധാനമന്ത്രി സുരക്ഷ ബീമാ യോജന. ആൻഡ് ഫുൾ ഡിസബിലിറ്റി ഹാസ് ബീൻ ഡിഫൈൻഡ്. എങ്ങനെയാണ് ഫുൾ ഡിസബിലിറ്റി? അല്ലെങ്കിൽ ഈ സ്കീമിൽ നമുക്ക് മൊത്തം 2 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ പാർഷ്യൽ പെർമനൻറ്റ് ഡിസബിലിറ്റിയിൽ 1 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. നോക്കി, ഫുൾ ഡിസബിലിറ്റി ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എ ലോസ് ഓഫ് യൂസ് ഇൻ ബോത്ത് ഐസ്, ഹാൻഡ്സ് ഓർ ഫീറ്റ്. പാർഷ്യൽ പെർമനൻറ്റ് ഡിസബിലിറ്റി ഹാസ് ബീൻ ഡിഫൈൻഡ് എന്ത്? as loss of use in one eye, hand or foot. Okay. And ഈ സ്കീമും ക്യാൻ ബി അവൈൽഡ് ത്രൂ ഓൾ ബാങ്ക് അക്കൗണ്ട്സ്. അതായത് ഇതിനെല്ലാം വേണ്ട ഒരു പ്രീ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഒരു ഷെഡ്യൂൾഡ് ബാങ്ക്സിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ നമുക്ക് മസ്റ്റായിട്ടും ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. അത് കഴിഞ്ഞിട്ട് ക്യാൻ ബി അവൈൽഡ് ത്രൂ പ്രധാനമന്ത്രി. ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആയിരിക്കണം? പ്രധാനമന്ത്രി ജൻ ധൻ യോജന അക്കൗണ്ട് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത സ്കീം നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഓഫ്ലൈൻ സ്റ്റുഡൻസിന്, ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ സ്റ്റുഡൻസിനായാലും ഫസ്റ്റ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ റെക്കോർഡഡ് ആയിരിക്കും, ഓൺലൈൻ ആണെങ്കിൽ ലൈവ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് പഠിച്ച നോളജ് വെച്ചിട്ട് ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആയിട്ടാണ് നമ്മൾ ബേസിക് സർക്കിൾസ് വെച്ചേക്കുന്നത്. അപ്പോൾ ബേസിക് സർക്കിൾസ് നിങ്ങൾക്ക് പ്രീവിയസ്ലി പഠിപ്പിച്ച ടോപ്പിക്സിൻ്റെ ഒരു വർക്കൗട്ട് മെറ്റീരിയൽ കാണും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ സർക്കിളാക്കി ഗ്രൂപ്പാക്കി ഇരുത്തി എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻ വഴി നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി മെത്തേഡിൽ പഠിക്കാൻ പറ്റും. ആൻഡ് അവിടെ നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് കാണും. അത് നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഒരു പ്രൊഫഷണൽ ലെവലിൽ നിന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് അവിടെ കാണും. ആൻഡ് നെക്സ്റ്റ് ഈസ് ദി എക്സ്ട്രീം സർക്കിൾ. അപ്പോൾ എക്സ്ട്രീം സർക്കിളിൽ ബേസിക് പഠിച്ചു കഴിഞ്ഞ് എക്സാമിൻ്റെ മെയിൻസ് അല്ലെങ്കിൽ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് ലെവൽ പ്രിപ്പറേഷൻ്റെ ഒരു ഫോക്കസ് കൂട്ടാനായിട്ടാണ് എക്സ്ട്രീം സർക്കിൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും, ഒപ്പം ലെവലും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 4 മണിക്കൂറത്തെ സെഷൻ ആയിരിക്കും എക്സ്ട്രീം സർക്കിൾ ഓഫ്ലൈൻ ബാച്ചിന്. അപ്പോൾ അവിടെയും നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് കാണും. അപ്പോൾ ഫർദർ നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ വേറെ ലെവൽ എത്തിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ സൂപ്പർ ബാച്ച്. അപ്പോൾ സൂപ്പർ ബാച്ചിൽ നിങ്ങൾക്കിപ്പം ഏത് എക്സാമിന് മുന്നോടിയായിട്ട്, അതായത് ഏത് എക്സാമിൻ്റെ ഫേസിന് മുന്നോടിയായിട്ട്, ഇപ്പം ജസ്റ്റ് CGL അല്ലെങ്കിൽ റെയിൽവേക്കോ മാത്രമല്ല, അതിൻ്റെ പ്രിലിംസ് കഴിഞ്ഞാൽ മെയിൻസ് ആണെങ്കിൽ മെയിൻസിന് വേണ്ടി മാത്രമല്ല, പ്രിലിംസിന് വേണ്ടി മാത്രം ഒരു ബാച്ച് ആയിരിക്കും സൂപ്പർ ബാച്ച്. അതായത് പരീക്ഷയുടെ ഒരു മാസം അല്ലെ 2 മാസം അല്ലെ ഒരു മാക്സിമം ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 വീക്സ് ബിഫോർ എങ്കിലും നിങ്ങൾക്ക് സൂപ്പർ ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അവിടെ വെച്ചിട്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഫേസിനെ മാത്രം ഫോക്കസ് ചെയ്ത് ആ ഫേസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ സൂപ്പർ ബാച്ചിലും ഒരു മോക്ക് മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതായത് എല്ലാം കൂടെ എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ ടൈം ബൗണ്ട് ആയിട്ട് നിങ്ങളെ ചെയ്യാനായിട്ട് അവിടെയും നിങ്ങൾക്ക് ഒരു മെൻറ്റർ സപ്പോർട്ട് കാണും. നെക്സ്റ്റ് ഫേസ് ഈസ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം, അല്ലെങ്കിൽ റിപ്പ് എന്ന് പറയും. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ എക്സാംസ് ഒക്കെ നമ്മൾ എഴുതി ചിലപ്പോൾ ചെറിയ മാർക്കിന് പോകും, അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്നു, അപ്പോൾ നെക്സ്റ്റ് അതായത് അടുത്ത പരീക്ഷയും കൂടെ എയിം ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ നമ്മൾ വെറുതെ നിൽക്കേണ്ട, പകരം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത ലെവൽ പോവാതിരിക്കാനായിട്ട് നമ്മുടെ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ പ്രിപ്പറേഷൻ ഇൻറ്റൻസിഫൈ ചെയ്യാനായിട്ട് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് ഈസ് മോക്ക് ഇൻ്റർവ്യൂ. എസ്പെഷ്യലി IBPS അല്ലെങ്കിൽ SBI RBI പോലെ എക്സാംസിന് മോക്ക് ഇൻ്റർവ്യൂ മസ്റ്റാണ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നും പറയും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പെർഫോമൻസ് നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ഒരു ഡെമോ പോലെ
എന്തൊക്കെ ചോദിക്കും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പറയണം എന്നുള്ളൊരു പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മോക്ക് ഇൻ്റർവ്യൂ ഹെൽപ്ഫുൾ ആവും. പിന്നെ SSC എക്സാംസിനൊക്കെ വരുവാണെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കാണും. അപ്പം അതിൻ്റെ ഒരു അവയർനെസ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 2 ടൈപ്പ് ഓഫ് കോച്ചിങ് ആണ് നമുക്കുള്ളത്, ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ തന്നേക്കുന്ന നമ്പറിൽ ഓഫ്ലൈൻ വേണ്ടവർ അങ്ങനെ, ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈനിൽ കാണിച്ചേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നോക്കി അടുത്ത ഗവൺമെൻറ് സ്കീം നമ്മൾ പ്രധാനമന്ത്രി അടൽ പെൻഷൻ യോജന പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന പറഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയാണ്, PMJJBY. അതിൻ്റെ ലോഞ്ച് ഡേറ്റ് നോക്കി, അതും മെയ് ആണ്. മെയ് 2015 നമ്മുടെ പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്ത സ്കീമാണ്. ആൻഡ് ഇതിൽ ജോയിൻ ചെയ്യേണ്ട മിനിമം ഇയേഴ്സ് എന്ന് പറയുന്നത് 18 വയസ്സും മാക്സിമം 50 വയസ്സും. അതായത് 18നും 50നും ഇടയിലുള്ള ആൾക്കാർക്ക് ഈ സ്കീമിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതായത് ഈ സ്കീമിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താ, ടു പ്രൊവൈഡ് ലൈഫ് ഇൻഷുറൻസ് സെക്യൂരിറ്റി. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ്? ലൈഫ് ഇൻഷുറൻസ് സെക്യൂരിറ്റി ടു ദ പുവർ ആൻഡ് ലോ ഇൻകം സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. അതായത് ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്കല്ലേ നമ്മുടെ കൺട്രിയിൽ ബിലോ പോവർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാരെ എയിം ചെയ്തുകൊണ്ടുള്ളൊരു സ്കീമാണ്. അവർക്ക് ലൈഫ് ഇൻഷുറൻസ് സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവോട് കൂടിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന 2015 നമ്മുടെ പ്രധാനമന്ത്രി ഇനിഷ്യേറ്റ് ചെയ്തത്. അപ്പോൾ ഏജ് ലിമിറ്റ് എത്ര ആയിരുന്നു, അല്ലെങ്കിൽ ഏജ് റേഞ്ച് എത്ര ആയിരുന്നു? 18 വയസ്സ് ടു 50 വയസ്സ്. ഇനി നോക്കി, ഇംപ്ലിമെൻറ്റഡ് ബൈ LIC. ഇത് ഏത് ഓർഗനൈസേഷനാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? ബൈ LIC. It is mandatory for the beneficiary to link their bank accounts while availing this scheme. അതായത് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് LICയിൽ. കാരണം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് LIC ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് വർഷാവസാനം 330 രൂപയാണ്. അതായത് ദി പ്രീമിയം ഫോർ ദി സ്കീം ഈസ് ₹330 per annum which is to be auto debited in one installment before 31st May of each annual coverage period. അപ്പോൾ ഓരോ വർഷത്തിൻ്റെ 31ാമത് മെയ്ക്ക്, അതായത് മെയ് 31st മുമ്പ് ഓട്ടോ ഡെബിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എത്ര രൂപ? 330 രൂപ പ്രീമിയം ആയിട്ട്. ആൻഡ് ഇൻ കേസ് ഓഫ് ഡെത്ത് ദി നെക്സ്റ്റ് എലിജിബിൾ ബെനിഫിഷ്യറി ഈസ് പ്രൊവൈഡഡ് വിത്ത് ₹2 lakh. അപ്പം നമ്മൾ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിലും ഡെത്ത് കവറേജ് ആയിട്ട് എത്ര ആയിരുന്നു കിട്ടുന്നത്? 2 ലക്ഷമായിരുന്നു. അപ്പോൾ ഇവിടെയും അതായത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയിലും സെയിം എമൗണ്ട് ആണ്. എത്രയാണ്? ഇൻ കേസ് ഓഫ് ഡെത്ത് നമ്മുടെ നെക്സ്റ്റ് എലിജിബിൾ ബെനിഫിഷ്യറി നമ്മുടെ സ്പൗസ് ആണോ, അല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തേക്കുന്ന ആരാണോ അദ്ദേഹത്തിനല്ലേ ആ വ്യക്തിക്ക് 2 ലക്ഷം രൂപ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബീങ് എ പ്യുവർ ടേം ഇൻഷുറൻസ് സ്കീം ഇറ്റ് ഡസ് നോട്ട് ഓഫർ മെച്യൂരിറ്റി. കാരണം എന്താ, ഇതൊരു ഡെത്ത് ഇൻഷുറൻസ് പോലുള്ള കവറേജ് ആണ്. അതായത് ഇതിന് മെച്യൂരിറ്റി കാണത്തില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ പോകുന്ന എന്തായാലും അദ്ദേഹം മരിച്ചു കഴിഞ്ഞ വ്യക്തിക്ക് കിട്ടത്തില്ലല്ലോ. പകരം പോകുന്നത് നമ്മുടെ ബെനിഫിഷ്യറിക്കായിരിക്കും, നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന നോമിനിക്കായിരിക്കും. അതുകൊണ്ടാണ് പ്യുവർ ടേം ഇൻഷുറൻസ് എന്നതിനെ പറയുന്നത്. ഇനി നോക്കിയേ, പ്രധാനമന്ത്രി ശ്രം യോഗിമാൻ ധൻ, അപ്പം അത് PMJJBY. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ പ്രധാനമന്ത്രി, അവർ പ്രധാനമന്ത്രി അണ്ടർ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു മിനിസ്ട്രിയും കൂടെ ഇൻവോൾവ് ആയിട്ടുണ്ട്, അതിൻ്റെ പേരും കൂടെ നോക്കിക്കോണം. അപ്പോൾ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് പ്രധാനമന്ത്രി ശ്രാം യോഗിമാൻ യോജന ഇംപ്ലിമെൻ്റ് ആയത്? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് അറ്റ് വാസ്ട്രൽ ഇൻ ഗുജറാത്ത്. അപ്പം ഇതിന് മുമ്പത്തേത് അടൽ പെൻഷൻ യോജനയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും കൊൽക്കട്ടയിൽ മെയ് 9, 2015 ലോഞ്ച് ചെയ്തെങ്കിൽ ഇതോ ഈ സ്കീം 2019 ഫെബ്രുവരിയിൽ ഗുജറാത്തിലെ വാസ്ട്രൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഏത് മിനിസ്ട്രിയുടെ ഭാഗമായിട്ടല്ല, മിനിസ്ട്രിയുടെ കീഴിൻ്റെ സ്കീമായിട്ടാണ് വന്നത്? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പെൻഷൻ സ്കീം ദറ്റ് എയിംസ് ടു പ്രൊവൈഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ടു അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. അതായത് ഇൻക്ലൂഡ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ്. ആൻഡ് എക്സാമ്പിൾസ് പറഞ്ഞേക്കുന്നത് സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ റിക്ഷ പുള്ളേഴ്സ് ഉണ്ട്. ഇങ്ങനെ അടങ്ങുന്ന ഒരു വിഭാഗം ഓഫ് തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തെ പെൻഷനും അവരുടെ പ്രൊട്ടക്ഷനും, ഇങ്ങനെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ള ഭാഗമായിട്ടാണ് വേൾഡ്സ് ലാർജസ്റ്റ് പെൻഷൻ സ്കീമായിട്ടുള്ള ഏത് പോയിന്റ് നോട്ട് ചെയ്തോണേ, പ്രധാനമന്ത്രി ശ്രം യോഗിമാൻ യോജന എന്ന് പറയുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് പെൻഷൻ സ്കീമാണ്. മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഏത് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ലൈക്ക് സ്ട്രീറ്റ് വെൻഡേഴ്സ്, റിക്ഷ പുള്ളേഴ്സ് എക്സെട്ര. ആസ് വെൽ ആസ് വേറൊരു കാറ്റഗറിയും കൂടെ പറഞ്ഞിട്ടുണ്ട്, ദി ഓൾഡ് ഏജ് ഗ്രൂപ്പ്. അതായത് ഇത് പറയുമ്പോൾ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സാണ് നമ്മുടെ പ്രായമായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവരുടെ കേസിലും ഈ റിക്ഷ പുള്ളേഴ്സ് പോലുള്ള അൺഓർഗനൈസ്ഡ് വർക്കിംഗ് സെക്ടേഴ്സിലും സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി ശ്രം യോഗിമാൻ യോജന ഇംപ്ലിമെൻറ്റ് ചെയ്തത്. വർഷം എന്നാണ്? ഫെബ്രുവരി 2019 അറ്റ് വാസ്ട്രൽ ഇൻ ഗുജറാത്ത്. ഇംപ്ലിമെൻറ്റഡ് ബൈ, അല്ലെങ്കിൽ ലോഞ്ച്ഡ് ബൈ PM ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ആൻഡ് കറൻ്റ്ലി എക്സിക്യൂട്ടിംഗ് ബൈ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്.
അപ്പോൾ ഇവിടുത്തെ മിനിമം ഏജ് എത്ര? ഈ സ്കീമിൽ ജോയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സും ആൻഡ് മാക്സിമം ഏജോ 40 ഇയേഴ്സും. ഓക്കെ, ഇനി നോക്കി ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ്. ദേ ഷുഡ് ഹാവ് എ മന്ത്ലി, അതായത് ഈ സ്കീമിൽ ജോയിൻ ചെയ്യണമെങ്കിൽ, കാരണം അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നാണെന്ന് പറഞ്ഞില്ല, എന്തായാലും ഒരു തൊഴിലാളി വിഭാഗത്തിന് കൊടുക്കുന്ന അല്ലെ ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അവർക്ക് വരുമാനം കാണും. പക്ഷേ വരുമാനം എത്രയിൽ താഴെ ആയിരിക്കണം? 15,000 ഓർ ബിലോ, അതായത് മന്ത്ലി ഇൻകം 15,000-ലോ അതിൽ താഴെയോ കിട്ടുന്ന ആൾക്കാർക്കായിരിക്കും ഈ ഒരു സ്കീമിൽ ആക്സസ് കിട്ടുന്നത്. ആൻഡ് ഷുഡ് പൊസസ് ആൻ ആധാർ കാർഡ് വിത്ത് എ സേവിങ്സ് അക്കൗണ്ട് വിത്ത് ജൻധൻ അക്കൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ജൻധൻ അക്കൗണ്ട്. അപ്പോൾ ജൻധൻ അക്കൗണ്ടിൻ്റെ ഒരു അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സേവിങ്സ് അക്കൗണ്ട് നമുക്ക് മസ്റ്റായിട്ടും വേണം. ആൻഡ് ഷുഡ് പൊസസ് ആൻ ആധാർ കാർഡ്. കാരണം ആ ടൈമിലായിരുന്നു ചിലവർ ആധാർ കാർഡ് ലിങ്ക് ചെയ്യാനായിട്ട് പോയതും പുതുക്കാതെ പോയത്. അപ്പോൾ അതൊരു ഇഷ്യൂ ആയതുകൊണ്ട് മസ്റ്റായിട്ടും ആധാർ കാർഡ് ഈ ഒരു അവൈൽ ചെയ്യണമെങ്കിൽ ആധാർ കാർഡിൽ മസ്റ്റായിട്ടും ആധാർ കാർഡ് നമ്മുടെ റിന്യൂ ചെയ്തിരിക്കണമെന്നൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് 15,000 രൂപയിൽ ബിലോ ആയിരിക്കണം ഇവരുടെ മന്ത്ലി ഇൻകം. ഇനി നോക്കിയേ, വെൻ ദ ബെനിഫിഷ്യറി അറ്റൈൻസ് ദ ഏജ് ഓഫ് 60 years he would receive assured monthly pension of ₹3,000 per month. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? ആൻഡ് 50% ഓഫ് ദ പെൻഷൻ ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ടു ദ സ്പൗസ്. അതായത് ഈ നമ്മൾ 60 വയസ്സ് അറ്റൈൻ ചെയ്യുമ്പോൾ ഈ സ്കീമിൻ്റെ പ്രായപരിധി എത്ര ആയിരുന്നു? 18 മുതൽ 40 പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴാണ്, കാരണം പെൻഷൻ സ്കീം ആയതുകൊണ്ട് തന്നെ 60 വയസ്സ് നമുക്ക് എന്നാവുന്നോ ആ സമയത്ത് നമുക്ക് മന്ത്ലി പെൻഷൻ 3,000 രൂപ വെച്ചിട്ടും അല്ല മാസം 3,000 രൂപ വെച്ചിട്ട് കിട്ടും. ആൻഡ് നമ്മൾ ഈ അടച്ച തുകയുടെ 50% ആർക്കായിരിക്കും? നമ്മുടെ സ്പൗസിനായിരിക്കും പോകുന്നത്, ഇപ്പം നമ്മൾ സ്കീമിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ. ഇനി നോക്കി അടുത്ത സ്കീം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള സ്കീമാണ്. ഇതും 2015 ഒരു സെറ്റ് ഓഫ് സ്കീംസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, വളരെ ഫേമസ് ആയിട്ടുള്ള ഈ പറഞ്ഞ അടൽ പെൻഷൻ യോജന പോലെ. അപ്പോൾ അതിലൊന്നാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. കാരണം നമ്മുടെ UN-ലായാലും അല്ലെങ്കിൽ ഗ്ലോബലൈസ് ചെയ്യപ്പെട്ട കുറേ ഡിസിഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് സസ്റ്റൈനബിൾ എനർജി അറ്റൈൻ ചെയ്യുക, പിന്നെ വിമൻ എംപവർമെൻറ്റ്, അങ്ങനത്തെ കുറേ തീംസിനെ ബേസ് ചെയ്തിട്ടാണ് മിക്ക രാജ്യങ്ങളിലും അവരുടെ ഡെവലപ്മെൻറ്റ് സ്കീംസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ വിമൻ എംപവർമെൻറ്റിൻ്റെയും ചൈൽഡ് എംപവർമെൻറ്റിൻ്റെ ഒരു ആശയത്തിൽ ഊന്നിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ അവർ PM ഓൺ January 22, 2015 ഇൻ ഹരിയാന. അപ്പോൾ മുമ്പുള്ള സ്കീംസിൽ വാസ്ട്രൽ ഗുജറാത്തിൽ നമ്മൾ ഏത് സ്കീമാണ് നോക്കിയത്? പ്രധാനമന്ത്രി ശ്രം യോഗിമാൻ യോജന. അതാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ കൊൽക്കട്ടയിലുള്ളത് ഏതൊക്കെയായിരുന്നു? കൊൽക്കട്ടയിലുള്ളത് അടൽ പെൻഷൻ യോജനയും പിന്നെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും. അപ്പം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയോ അത് ലോഞ്ച് ഓൺ January 22, 2015 ഇൻ ഹരിയാന, അഡ്രസ്സിങ് ദി ഇഷ്യൂ ഓഫ് ഡിക്ലൈൻ ഇൻ ചൈൽഡ് സെക്സ് റേഷ്യോ. അതായത് CSR എന്ന് പറയും, ചൈൽഡ് സെക്സ് റേഷ്യോയിൽ ഡിക്ലൈൻ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് അത് അഡ്രസ്സ് ചെയ്ത് അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുക എന്നുള്ള ഭാഗമായിട്ടാണ് ഈ സ്കീം ലോഞ്ച് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് ഇനിഷ്യേറ്റഡ് വിത്ത് ആൻ ഇനിഷ്യൽ കോർപ്പസ് ഓഫ് ₹100 crore. അതായത് ഈ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിൻ്റെ എയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇനിഷ്യൽ കോർപ്പസ് എന്ന് പറയുന്നത് 100 കോടി ആയിരുന്നു. ആൻഡ് അക്കോർഡിംഗ് ടു UNICEF ഇൻ 2012 റിപ്പോർട്ട്, ഇന്ത്യ വാസ് റാങ്ക്ഡ് 41st among 195 countries in CSR. അതായത് ചൈൽഡ് സെക്സ് റേഷ്യോയിൽ മൊത്തത്തിൽ യൂണിസെഫിൻ്റെ കണക്ക് പ്രകാരം, ഏത് വർഷത്തെ കണക്ക് പ്രകാരം? 2012 കണക്ക് പ്രകാരം 195 കൺട്രീസിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് ഏതിൽ? CSRൽ 41 ആയിരുന്നു. ആൻഡ് ജോയിൻറ്റ് ഇനിഷ്യേറ്റീവ് ഓഫ് മിനിസ്ട്രി, അതായത് ഈ ഒരു സ്കീം നടപ്പാക്കുന്ന ഏത് 2 മിനിസ്ട്രീസിൻ്റെ ഭാഗമായിട്ടാണ്, ഏത് 2 മിനിസ്ട്രീസ് കൈകോർത്തിട്ടാണ് ഈ സ്കീം നടത്തുന്നത്? ഒന്ന് മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റും, പിന്നൊന്ന് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആൻഡ് മിനിസ്ട്രി ഓഫ് MOHRD എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ്. ഈ 3 മിനിസ്ട്രീസിൻ്റെ ഒരു കമ്പൈൻഡ് എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമുക്ക് നടത്തുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ മിനിസ്റ്റർ ആരാ? സ്മൃതി ഇറാനിയാണേ. അപ്പോൾ എന്തായാലും ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കേസ് ആയതുകൊണ്ട് അവരുടെ പേര് മസ്റ്റായിട്ടും നോക്കി വെക്കണം. ഓക്കെ, ഇനി നോക്കിയേ നമ്മുടെ നെക്സ്റ്റ് സ്കീം സുകന്യ സമൃദ്ധി യോജന. ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ലോഞ്ച്ഡ് ബൈ അവർ PM ഈ സെയിം ഡേറ്റിൽ. ഏത്? സുകന്യ സമൃദ്ധി യോജനയും ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ ആ ഒരു സ്കീം രണ്ടും ഒരേ ഡേറ്റിലാണ് ലോഞ്ച് ചെയ്തത്. ആക്ച്വലി സുകന്യ സമൃദ്ധി യോജന ലോഞ്ച് ചെയ്തത് തന്നെ ഈ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്. അതും 2015 January 22 നമ്മുടെ പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്തു. ആൻഡ് ദിസ് സ്കീം വാസ് ടാർഗറ്റഡ് അറ്റ് പേരൻസ് ഓഫ് ഗേൾ ചിൽഡ്രൻ. അതായത് പെൺകുട്ടികളുള്ള പേരൻസിനെ
ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു ഈ സ്കീം ഇറങ്ങിയിട്ടിരിക്കുന്നത്. കാരണം ഇറ്റ് അക്കൗണ്ട്സ് ഈ ഇപ്പം ഒരു സമയത്ത് നമ്മുടെ വിവാഹപ്രായം 21 ആക്കിയായിരുന്നില്ല സ്ത്രീകൾക്ക്. അപ്പോൾ കുറച്ചുകൂടെ നാളുകൾ അവർ പഠിക്കട്ടെ, അതിനുള്ള സപ്പോർട്ടും ഒപ്പം അവരുടെ മാരേജ് കുറച്ചുകൂടെ സെക്യൂർഡ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്കീം മെയിൻലി തുടങ്ങിയത്. ആൻഡ് ഈ അക്കൗണ്ട്സ് ഒക്കെ എങ്ങനെയൊക്കെ തുടങ്ങാം? അക്കൗണ്ട്സ് ക്യാൻ ബി ഓപ്പൺഡ് അറ്റ് എനി ഇന്ത്യ പോസ്റ്റ് ഓഫീസ് ഓർ പിന്നെന്താ പറഞ്ഞേക്കുന്നത്, സാധാ നമ്മുടെ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇല്ലേ, അതിലെ ഏതെങ്കിലും ഒരു നോർമൽ ബ്രാഞ്ചിലും നമുക്ക് ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് നമുക്ക് മസ്റ്റായിട്ടും വേണം ഈ സ്കീം അവൈൽ ചെയ്യാനായിട്ട്. ആൻഡ് ക്യാൻ ബി ഓപ്പൺഡ് എനി ടൈം ബിറ്റ്വീൻ ദ ബർത്ത് ഓഫ് ദി ഗേൾ ചൈൽഡ് ടിൽ ഷി അറ്റൈൻസ് 10 years ഓഫ് ഏജ്. അതായത് ഈ കുട്ടി ജനിക്കുന്നത് മുതൽ ഈ കുട്ടിക്ക് 10 വയസ്സ്, അതായത് പെൺകൊച്ചിന് 10 വയസ്സാവുന്നത് വരെ എത്ര സമയമുണ്ടോ അത്രയും സമയത്തിനുള്ളിൽ അവരുടെ പേരൻസ് ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ പറയുന്നത് എന്താ, പേരൻസ് ക്യാൻ ഓപ്പൺ എ മാക്സിമം ഓഫ് 2 accounts ഫോർ ഈച്ച് ഓഫ് ദെയർ ചിൽഡ്രൻ. എക്സെപ്ഷൻസ്, അതായത് ട്വിൻസോ അല്ലെങ്കിൽ ട്രിപ്ലെറ്റ്സോ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ മാക്സിമം 2, അതിനപ്പുറത്ത് പോയി കഴിഞ്ഞാൽ സ്കീമിൽ പറ്റില്ല. പക്ഷേ 2 പേർക്ക് വരെ ഈ ഒരു പേരൻസിനെ അവരുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഈ സ്കീമിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. ഇനി നോക്കി, എ മിനിമം ഓഫ് എത്ര റുപ്പീസ് 250 മസ്റ്റ് ബി ഡിപ്പോസിറ്റഡ് ആനുവലി. അതായത് വർഷാവസാനം കുറഞ്ഞത് 250 അടച്ചുകൊണ്ടിരിക്കണം. മാക്സിമം ഡിപ്പോസിറ്റ് എത്ര? ഡിപ്പോസിറ്റ് ലിമിറ്റ് 15,000 രൂപയ്ക്കകത്തായിരിക്കണം നമ്മുടെ മാക്സിമം ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. മിനിമം ഡിപ്പോസിറ്റോ 250. അപ്പോൾ ഡിപ്പോസിറ്റ് ലിമിറ്റ് 250 to 15,000 ആയിരിക്കും. അത് മസ്റ്റായിട്ട് നോട്ട് ചെയ്തോണേ. 15,000 അല്ല, 1,50,000. ഇഫ് മിനിമം ഡിപ്പോസിറ്റ് ഈസ് നോൺ മെയ്ഡ് വിതിൻ എ ഇയർ, അതായത് ഇതിന് ഫൈൻ ഉണ്ട്. അതായത് 250 രൂപ വർഷാവസാനം നമ്മൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സ്കീമിൽ പെനാൽറ്റി ആയിട്ട് അല്ലെങ്കിൽ ഫൈനായിട്ട് 50 രൂപ നമ്മൾ അടയ്ക്കേണ്ടതായിട്ടും കൂടെ വരും. അപ്പം ഫൈൻ ചാർജ് 50, മിനിമം 250, മാക്സിമം 1,50,000 ആയിരിക്കും. ആൻഡ് ദ ഗേൾ ക്യാൻ ഓപ്പറേറ്റ് ഹെർ അക്കൗണ്ട് ആഫ്റ്റർ ഷി അറ്റൈൻസ് ദി ഏജ് ഓഫ് 10. അതായത് 10 വയസ്സാകുമ്പോൾ അവളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു വ്യക്തി എന്നുള്ള നിലയിൽ കണ്ടിട്ട് അവൾക്ക് അവളുടെ സ്വന്തം അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ക്യാൻ വിഡ്രോ 50% ഓഫ് ദ ഇൻകം അല്ലെങ്കിൽ ഓഫ് ദ എമൗണ്ട് അറ്റ് ദി ഏജ് ഓഫ് 18. അതായത് 18 വയസ്സാകുമ്പോൾ എഡ്യൂക്കേഷന് വേണ്ടി 50%, ഇപ്പോൾ എത്ര തുകയായോ അതിൻ്റെ 50% വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഓരോ കുട്ടിയും 21 വയസ്സാവുന്നത് വരെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 3-4 പാർട്സായിട്ട് നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് സ്കീംസ് കവർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.